നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ സ്ഥിരമായി കുടിക്കുന്ന ചായയുടെ ചായപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ തേയില എങ്ങനെയാണ് ചായപ്പൊടിയായി മാറുന്നത് എന്നുള്ള ഫുൾ പ്രോസസ്സാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായി നമ്മൾ വന്നിരിക്കുന്നത് ഊട്ടിയിലുള്ള ടീ ഫാക്ടറി ടീ മ്യൂസിയത്തിലാണ്. നിങ്ങൾ ഊട്ടിയിൽ വരികയാണെങ്കിൽ ഉറപ്പായും ഈ ഒരു ടീ ഫാക്ടറി സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. ഊട്ടി ടൗണിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ടീ ഫാക്ടറിയിലേക്കുള്ള ദൂരം. 20 രൂപയുടെ ടിക്കറ്റ് ഓൺലൈനിൽ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ടീ മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറാൻ. ഇവിടെ നിന്നും നിങ്ങൾക്ക് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ തേയിലയുടെ ഹിസ്റ്ററിയും അത് നീൽഗിരി ഹിൽസിൽ ഉണ്ടാക്കിയിട്ടുള്ള എവല്യൂഷനും അതുപോലെ തന്നെ ലോകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വിവിധതരം തേയിലയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ടീ ഫാക്ടറിയുടെ ഉള്ളിൽ കയറിയ പാടന്നെ തേയില ടീ പൗഡറായി മാറുന്നതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. ആൾക്കാർ ടീ എസ്റ്റേറ്റിൽ നിന്നും പറിച്ചു വരുന്ന തേയില ആദ്യം ഇങ്ങനെ കൂട്ടിയിടും. അവിടെ നിന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ കപ്പുകളിലായി അത് കോരി വന്ന് മെഷീൻ ഇതുപോലുള്ള മില്ലിൽ തട്ടും. ഈ ഒരു മില്ലിൽ നിന്ന് ഈ ഒരു തേയില ഫുള്ള് കംപ്ലീറ്റ് പൊടിച്ച് ചെറിയ പൊടിയാക്കിയിട്ട് മാറ്റും. ആ പൊടിയായ തേയില ചെറുതായിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകും. അപ്പോൾ കട്ട് ചെയ്ത് വരുന്ന തേയില മുകളിലേക്ക് കയറിപ്പോകുന്ന പ്രോസസ്സാണ് കാണുന്നത്. ഇനി പൊടിച്ചു വന്ന തേയില ഇവിടെ നിന്നും ട്വിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിന്നും ട്വിസ്റ്റ് ചെയ്ത് നേരെ പോകുന്നത് ഇതുപോലുള്ളൊരു റോളിംഗ് മെഷീനിലാണ്. ഇവിടെ നിന്ന് തേയില നന്നായി ചൂടാക്കിയിട്ട് ഈ പൊടിഞ്ഞു വന്ന തേയില നന്നാക്കി ചൂടാക്കിയിട്ട് റോള് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് വീഡിയോ എടുക്കാനും നേരിട്ട് കാണാനുള്ള സാഹചര്യവും സന്ദർഭവും നിങ്ങൾക്ക് ഇവിടുന്ന് ഒരുക്കി തരുന്നതാണ്. അങ്ങനെ ചൂടാക്കി റോള് ചെയ്ത് പൊടിയായി വന്ന തേയില ഉണക്കുന്ന പ്രോസസ്സാണ് അടുത്തതായിട്ട് നിങ്ങൾ കാണുന്നത്. ഈ തേയില പൊടിച്ച് ട്വിസ്റ്റ് ചെയ്ത് റോള് ചെയ്ത് ഫുള്ള് പൊടിയായിട്ട് വന്ന ആ ഒരു ചായപ്പൊടി രൂപത്തിൽ ആയിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊടിഞ്ഞു വന്ന തേയില ഒന്നും കൂടി പൊടിച്ച് ഉണക്കുന്ന അവസാനത്തെ മെഷീനും അതിനുശേഷം ഇതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സായിട്ടുള്ള ഈ പൊടിഞ്ഞു വന്ന തേയിലയെ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി ആയിട്ടാണ് ഈ ഒരു ചായപ്പൊടി അവസാനമായി പാക്ക് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ അവസാനമായി നമുക്ക് നല്ല അടിപൊളി ചായ ഇവിടുന്ന് ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. 20 രൂപ ടിക്കറ്റ് എടുത്തതിനുള്ള സങ്കടം നമുക്ക് ഒരു ചായ കുടിക്കുന്നതോടുകൂടി മാറുന്നതും ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ഈ സ്വാദേറിയ ചായ കുടിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് പിന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് തന്നെ പൊടിച്ചു വരുന്ന ചായപ്പൊടി പുറത്തു നിന്ന് വിൽക്കുന്നതാണ്. ഈ ചായ കുടിച്ചിട്ടുള്ള ആരും ഈ ഒരു തേയില നിങ്ങൾ വാങ്ങിക്കാതെ പുറത്തു പോകാൻ നിങ്ങൾക്ക് തോന്നുകയില്ല. അത്രയും സ്വാദേറിയ ചായവും നല്ല അടിപൊളി വ്യത്യസ്ത തരം കാറ്റഗറിയിലാണ് ചായപ്പൊടി നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇവിടെ നിന്നും നല്ല ചോക്ലേറ്റ് ചായ, ഏലക്കായ് ചായ, നാരങ്ങ ചായ, അതുപോലെ ഗ്രീൻ ടീ എന്നൊക്കെ പറഞ്ഞു വ്യത്യസ്ത തരം തേയില ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ തേയില ഫാക്ടറിയിൽ നിന്നും നേരെ പുറത്തിറങ്ങി ചെല്ലുന്നത് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. അവിടെ നിന്നും ആദ്യം തന്നെ മാർക്കറ്റിംഗ് തന്ത്രമായിട്ടുള്ള ഫ്രീ ആയിട്ട് നൽകുന്ന പ്രോസസ്സാണ് കാണുന്നത്. വരുന്ന എല്ലാവർക്കും ഈ ഒരു 3 തരം ചോക്ലേറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ ഞാനും വാങ്ങി ആ ഒരു 3 തരം ചോക്ലേറ്റുകൾ. അത് വായിട്ട് കഴിച്ചു നോക്കി. പക്ഷേങ്കിൽ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള സുഹൃത്തിന് ഈ ഒരു ചോക്ലേറ്റ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിങ് ലൈവായിട്ട് കാണാമായിരുന്നു. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലായിരുന്നില്ല. കാരണം ഒരു ചില്ലിൻ്റെ കൂട്ടിൽ നിന്നാണ് ഇവർ ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതിന് ഒരു ഐഡിയയും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചോക്ലേറ്റ് ഒരുപാട് ഏച്ചിമാർ കൂടി നിന്നിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് ഭരണി ഇങ്ങനെ റോള് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മളിവിടുന്ന് പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ചോക്ലേറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോഴും എനിക്കൊരു ഐഡിയ കിട്ടിയിരുന്നില്ല. നല്ല വെള്ള ചോക്ലേറ്റും കാപ്പി ചോക്ലേറ്റും കറുപ്പ് ചോക്ലേറ്റും ഒക്കെ പെട്ടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ചോക്ലേറ്റ് നമുക്കിവിടുന്ന് വിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യത്യസ്ത തരം ക്വാളിറ്റിയുള്ള, വ്യത്യസ്ത തരം കളറിലും വ്യത്യസ്ത തരം ടേസ്റ്റിലുള്ള ചോക്ലേറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പലതരം വിലകളിലാണ് ഈ ഒരു ചോക്ലേറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ബോക്സായിട്ടും പാക്കായിട്ടും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്ത് തരുന്നതായിരിക്കും. അതും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് ഒരുപാട് വ്യത്യസ്ത തരം ബാഗുകളും ബാക്കിയുള്ള സാധനങ്ങളും ഇവിടെ നിന്ന് ടീഷർട്ടും കാര്യങ്ങളും ലോക്കറ്റും കാര്യങ്ങളൊക്കെ കീ ചെയിനൊക്കെ ഇവിടുന്ന് വിൽക്കുന്നത് കണ്ടത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടീ ഫാക്ടറി ടീ മ്യൂസിയത്തിൽ നിന്നും നമുക്ക് കാണാനുള്ളത്. പുറത്തിറങ്ങിയ പാടെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് റോപ്പ് വേ, അതുപോലെ തന്നെ റോപ്പ് സൈക്ലിംഗ്, അതുപോലെ തന്നെ ഊനാലകയും സിപ്പ് ലൈനും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടീ ഫാക്ടറിയിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഊട്ടിയിൽ മുഴുവനായിട്ട് കറങ്ങേണ്ട റൂട്ട് മാപ്പും അതുപോലെ തന്നെ ഗൈഡൻസ് വീഡിയോയും ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഊട്ടിയിൽ വരുമ്പോൾ നല്ല താമസിക്കാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമിൻ്റെ വീഡിയോസും, അതുപോലെ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാമിലിയും കപ്പിളും ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്റ്റ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഇതുപോലുള്ള മനോഹരമായ വീഡിയോസിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.